ക്രിസ്തു ശിഷ്യന്മാരോട് ഈശോ ആവശ്യപ്പെട്ടത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നാണ്. ഇന്ന് ആ വചനത്തിൻ്റെ ഭാഗമാക്കുവാൻ തമ്പുരാൻ എനിക്ക് നൽകിയ ഇടമാണ് കെനിയായിൽ നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം. ഞാൻ ഫാദർ സിൻഡോ കാവിൽ CMI, തൃശ്ശൂർ ജില്ലയിൽ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് ഇടവകാംഗമാണ്. ഇന്ന് ഈ മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം നമ്മുടെ തൃശ്ശൂർ ജില്ലയോളം വലിപ്പമുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ വന്ന് ഒരു ഔട്ട് സ്റ്റേഷൻ തുടങ്ങുവാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിദ്യാലയം ആരംഭിക്കുവാനൊക്കെ തമ്പുരാൻ എന്നെ ഇടയാക്കി. താൻ നിയോഗിക്കപ്പെട്ട ഇടത്തിൽ വന്ന് കുടിൽ കെട്ടി താമസിച്ചുകൊണ്ട് തദ്ദേശീയരുടെ സംസ്കാരവും ഭാഷയും ജീവിതശൈലിയുമൊക്കെ സ്വന്തമാക്കി അവരിൽ ഒരാളായി തീരുകയും ഇവിടെ ഈ മക്കളെ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു നടത്തുകയും ചെയ്യുന്ന വൈദികനാണ് സിൻഡോ അച്ഛൻ. തൃശൂർ CMI പ്രൊവിൻസിൽ നിന്നും മിഷന് വന്ന അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കുമുളുവിൽ ഒരു കത്തോലിക്ക സമൂഹം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു മിഷണറി വൈദികനായ തൻ്റെ നാൾവഴിയെക്കുറിച്ച് ഇന്ന് പങ്കുവയ്ക്കുന്നു ഫാദർ സിൻഡോ കാവിൽ CMI. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ് എന്ന ഈശോയുടെ ആ തിരുവചനം ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. 2017 ഡിസംബർ 27 എൻ്റെ തിരുപ്പട്ടത്തിന് ശേഷം എൻ്റെ അധികാരികൾ കെനിയയിലേക്ക് ജോലി ചെയ്യുവാനായിട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഒത്തിരി വിഷമത്തോടെ ഞാനത് നിരസിക്കുകയാണ് ഉണ്ടായത്. കാരണം 2010 ഞാനിവിടെ ഈ കെനിയ രാജ്യത്ത് എൻ്റെ പ്രായോഗിക പരിശീലനത്തിന് വേണ്ടി വന്നിരുന്നു. അന്ന് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഞാൻ അറിഞ്ഞപ്പോൾ, ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അന്ന് ഞാൻ കണ്ട ഈ കള്ളന്മാരുടെ ആക്രമണങ്ങൾ, അതുമല്ലെങ്കിൽ ഇവിടെ പല ട്രൈബുകളോട് സംസാരിക്കുവാനുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, ഇതൊക്കെ ആലോചിച്ചപ്പോൾ ഈ കെനിയ രാജ്യത്തിലേക്ക് ഇനി മടങ്ങി വരണ്ട എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ തിരുപ്പട്ടത്തിന് ശേഷം അധികാരികൾ എന്നോട് ആവശ്യപ്പെടുകയാണ് 1 വർഷമെങ്കിലും ഇവിടെ വന്ന് സേവനം ചെയ്യുവാനായിട്ട്. ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു 6 മാസം പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ, കാരണം അവരുടെ ട്രൈബൽ ഭാഷ പഠിക്കുവാനും അതുപോലെ കോമൺ ലാംഗ്വേജ് പഠിക്കുവാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് സംസാരിക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നലും, അതുപോലെ തന്നെ തിരിച്ചുപോയി വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ജോലി ചെയ്യണം, നാട്ടിൽ പോയി പഠിച്ച് ഹയർ സ്റ്റഡിക്കൊക്കെ പോയി പഠിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടും തിരിച്ചു പോകണം എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു. പക്ഷേ ഒരു 6-7 മാസത്തിന് ശേഷം ഇവിടെ കെനിയയിൽ എൻ്റെ അധികാരികൾ എന്നെ ഒരു പുതിയ പ്രോജക്റ്റ് ഏൽപ്പിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന എക്കർട്ടാനോ. കെനിയയിലെ ഈ വിജനമായൊരു പ്രദേശത്ത് ഇവിടെ ഒരു സ്കൂൾ ആരംഭിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിൻ്റെ ഒരു ആരംഭഘട്ടമാകുമ്പോൾ ഞാൻ തിരിച്ചു പോകുമെന്ന് അധികാരികളോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, എന്തായാലും അത് തുടങ്ങാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഞാൻ ഇവിടേക്ക് ഏകദേശം ഒരു 38 കിലോമീറ്റർ അപ്പുറത്തുള്ള ഞങ്ങളുടെ മറ്റൊരു ഹൗസിൽ നിന്നും എന്നും അവിടെ നിന്ന് ഇവിടേക്ക് ഇപ്പം ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇവിടുത്തെ പണി പൂർത്തീകരിക്കാറായ ഒരു സമയത്തായിരുന്നു പണ്ട് തമ്പുരാൻ എനിക്ക് നൽകിയ ഒരു വിഷനെക്കുറിച്ച് ഞാൻ ഈ അരുവി പ്രദേശത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ തമ്പുരാൻ എന്നെ ഓർമ്മപ്പെടുത്തിയ തമ്പുരാൻ്റെ ഒരു പദ്ധതി എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഞാനിങ്ങനെ ഈ അരുവി പ്രദേശത്തിരിക്കുമ്പോൾ എന്നോട് ആരോ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നോട് പറയുകയാണ്, അന്ന് നീ കണ്ട ഒരു സ്വപ്നമല്ലേ ഇവിടെ പണിതുയർത്തപ്പെടുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുക, അവരിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ആ ഈശോയെ അനുഭവിക്കുക. അങ്ങനെ ഈശോ വചനത്തിലൂടെ നമ്മോട് പറയുന്ന സ്വർഗരാജ്യ അനുഭവം സ്വന്തമാക്കുക. അത് തന്നെയല്ലേ ഇതെന്ന് തന്നെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കെനിയയിലെ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ CMI മിഷണറി വൈദികർ ശ്രമിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ സ്കൂൾ. വീടാന്തരം കയറിയിറങ്ങി കുട്ടികളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അറിവിൻ്റെ വെളിച്ചമേകി കെനിയ രാജ്യത്തിന് നാളേക്കായി നല്ല സംസ്കാരസമ്പന്നമായ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുന്നു ഈ സന്യസ്തർ ഇവിടെ.
CMI അധികാരികൾ ഇന്ന് ഞാനായിരിക്കുന്ന ഈ മേഖല എന്നെ ഏൽപ്പിച്ചപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട്, ദൈവിക ഇടപെടലുകൾ അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി ചലഞ്ചുകളുള്ള ഒരു പ്രദേശമായിരുന്നത്. വളരെ വിജനമായി കിടക്കുന്ന ഒരു പ്രദേശം. ഇവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ എങ്ങനെയാണ് അത് മുൻപോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ചിന്ത, ഒരു ആകുലത എന്നെ അലട്ടിയിരുന്നു. പക്ഷേ ഈ സ്കൂളിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ദൈവിക ഇടപെടലുകൾ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഓരോ പ്രതിസന്ധിയിലും ഓരോ വിഷമഘട്ടത്തിലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഈശോ എൻ്റെ കൂടെ വരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം കൺസ്ട്രക്ഷൻ മേഖലയിൽ എനിക്കധികം അനുഭവ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മേഖലയിൽ ചെന്ന് ഒരു സ്കൂൾ പണിയണം, ഇതുപോലെ പണിയണം, ഇന്ന കാര്യങ്ങൾ വേണം എന്നൊക്കെ എങ്ങനെയോ തമ്പുരാൻ എൻ്റെ ജീവിതത്തിലൂടെ നടത്തിക്കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിന് വേണ്ട എഡ്യൂക്കേഷൻ റൂളുകൾ, ഇതിനൊന്നും കുറിച്ച് എനിക്ക് വലിയ അവയർനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പലരിലൂടെ തമ്പുരാൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയാം. എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവിടെ എൻ്റെ ആവശ്യം നിറവേറ്റി തരുവാനായിട്ട് ആരെങ്കിലുമൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് ഞാനായിരിക്കുന്ന ഈ സ്കൂളിൽ ഏകദേശം 180ഓളം കുട്ടികൾ തന്നെ ഇപ്പോൾ ആയി. ഇന്ന് വളരെ സന്തോഷമാണ്. കാരണം അവരിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഇന്ന് ഈ രാജ്യത്ത് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ വിജനമായി കിടക്കുന്ന ഈ പ്രദേശത്ത് അങ്ങും ഇങ്ങുമൊക്കെ കിടക്കുന്ന ജനങ്ങൾക്ക് ഈശോയൊന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാനോ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുവാനോ ഒന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഈ സ്കൂൾ വന്നതോടുകൂടി ഇവിടെ ക്ലാസ് റൂമിൽ ഞങ്ങൾ വിശുദ്ധ ബലി ആരംഭിക്കുകയാണ്. ആദ്യം ഞാൻ ഓർക്കുന്നുണ്ട്, 2021 ഞാനിവിടെ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് ക്ലാസ് റൂമിൽ ഒരുങ്ങിയപ്പോൾ ഒരു കുടുംബം മാത്രമാണ് അന്ന് കടന്നു വന്നത്. അതിനുശേഷം പിന്നീട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ഈ ക്ലാസ് റൂമിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കും. ഞാൻ ഈ വിശുദ്ധ ബലി അർപ്പിക്കാൻ വരുന്നത് ഏകദേശം 36 കിലോമീറ്റർ അകലെയുള്ള ഞങ്ങളുടെ മറ്റൊരു ഹൗസിൽ നിന്നാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആ ഫാമിലി എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ അവരുടെ കൂടെ വിശുദ്ധ ബലി അർപ്പിക്കും. ഇന്ന് ഏകദേശം 200ഓളം ഭവനങ്ങൾ ഈ സ്കൂളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് വിശുദ്ധ ബലി അർപ്പിക്കുവാനും ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും ദൈവിക സാന്നിധ്യം അനുഭവിക്കാനായിട്ട് അവർക്ക് അനുഭവ വേദ്യമാക്കുവാനായിട്ട് എന്നെ തമ്പുരാൻ ഇടയാക്കി. കെനിയ രാജ്യത്ത് ഒരു മിഷണറി വൈദികനായി ഇന്ന് ജോലി ചെയ്യുമ്പോൾ ഈശോയുടെ കാരുണ്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. കുഞ്ഞുനാളിൽ വൈദികനാകണം എന്ന് ചിന്തിച്ച് നടക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ തോറ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ അൾത്താര സംഘടനയിൽ നിന്ന് പുറത്താക്കി. പഠിക്കാത്ത കുട്ടികളെയൊന്നും അൾത്താരയിൽ കയറ്റില്ല എന്ന് വികാരിയച്ഛൻ പറഞ്ഞപ്പോൾ, കുട്ടികൾ നോക്കി ചിരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഇന്ന് തമ്പുരാൻ ആ പള്ളിയിൽ, ആ അൾത്താരയിൽ വിശുദ്ധ ബലിയർപ്പിക്കാൻ എന്നെ കൊണ്ടു നിർത്തി. തമ്പുരാൻ്റെ കാരുണ്യമാണ്, സ്നേഹമാണ് ഞാൻ അനുഭവിച്ചത്. അന്ന് 8ാം ക്ലാസ്സിൽ തോറ്റു, എന്നെ കഴിവില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും ഇന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു ഹെഡായി, ഡയറക്ടറായി ഇന്ന് തമ്പുരാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തമ്പുരാൻ്റെ കാരുണ്യമാണ്, സ്നേഹമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. എൻ്റെ വൈദിക ജീവിത കാലഘട്ടത്തിൽ കുറേ നല്ല അനുഭവങ്ങളിൽ ഏറ്റവും എനിക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ലൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കെനിയയിൽ ജോലി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് എൻ്റെ അമ്മ വന്നതാണ്. കാരണം ഞാൻ വചനത്തിൽ പ്രകാരം കാണാണ്, പരിശുദ്ധ അമ്മയെ മാനിക്കുന്ന, പരിശുദ്ധ അമ്മയെ അംഗീകരിക്കുന്ന ഒരു ഈശോയെ. ശിഷ്യന്മാർ ഈശോയോട് ചെന്ന് പറയുകയാണ്, നിൻ്റെ അമ്മയും സഹോദരൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നെന്ന്. ഒരുപക്ഷെ ഈശോ എടുത്തു ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അമ്മ? എന്നിട്ട് ഈശോ പറയുകയാണ്, വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മ. അമ്മയെ അംഗീകരിക്കുകയാണ് ഈശോ ചെയ്തത്. തീർച്ചയായും അമ്മ എൻ്റെ ഈ മിഷൻ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷമായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഈ മിഷൻ മേഖലയൊക്കെ കാണിച്ചു കൊടുക്കുവാനും എൻ്റെ കൂടെ ആയിരിക്കുന്ന ഈ വ്യക്തികളെ പരിചയപ്പെടുത്തുവാനായിട്ടൊക്കെ സാധിച്ചു. മാത്രവുമല്ല, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ ഒരു യുക്രിസ്റ്റിക് കമ്മ്യൂണിറ്റി
എൻ്റെ അമ്മയെ സ്വീകരിച്ചപ്പോൾ എനിക്കൊത്തിരി വലിയൊരു അനുഭവം, വലിയൊരു സന്തോഷം എനിക്ക് ഉടലെടുത്തു. കാരണം കൂടുതൽ തീഷ്ണതയോട് കൂടെ ഈ രാജ്യത്ത് ജോലി ചെയ്യുവാനായിട്ട് അമ്മയുടെ സന്ദർശനം എന്നെ ഒത്തിരി സഹായിച്ചു. കുഞ്ഞുനാൾ മുതൽ ഒരു വൈദികനാക്കണമെന്ന ആഗ്രഹവുമായി തൻ്റെ മകനെ വളർത്തി വലുതാക്കി ഒരു മിഷണറിയാക്കി സഭയ്ക്ക് സമ്മാനിച്ച ഒരു അമ്മയാണിത്. മകൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ഉപവാസമനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം മിഷണറിയായി മാറിയിരിക്കുന്നു സിൻഡോ അച്ഛൻ്റെ അമ്മ. താൻ പ്രാർത്ഥിക്കുന്ന മകൻ്റെ മിഷൻ ദേശത്തെ കണ്ടനുഭവമാക്കാൻ കുമുളുവിൽ എത്തിച്ചേർന്ന ഈ അമ്മയ്ക്ക് ദൈവം സമ്മാനിച്ചത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ്. എല്ലാ ദിവസവും പറ്റാവുന്ന ദിവസമൊക്കെ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ പറയും കുഴപ്പമൊന്നുമില്ല, ഇവിടെ സുഖമാണെന്നൊക്കെ പറയും ഞങ്ങളോട്. അങ്ങനെ ആ കേൾക്കണ വിശ്വാസം. പിന്നെ അവിടെ ഈ അച്ഛന്മാരുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ. എപ്പോഴും ഭയമുണ്ട് ഇങ്ങനെ ഇവിടെ ഈ കള്ളന്മാരെ ശല്യം എന്ന് പറയുമ്പോൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം വന്നു, ഈ രാജ്യം ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കാൻ എന്നെ കൊണ്ടുപോകാമെന്ന് ചോദിക്കുമ്പോൾ പറയും അമ്മയ്ക്കുള്ള പ്ലെയിൻ പണിതിട്ടില്ല, പണ്ട് കഴിയുമ്പോൾ അമ്മേനെ കൊണ്ടുപോകുന്നു പറയും. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ എനിക്കിങ്ങോട്ട് വരാൻ സാധിച്ചു. ഇന്നത്തെ കുർബാനയിൽ 5 അച്ഛന്മാരുണ്ടായിരുന്നു. ആ 5 അച്ഛന്മാരായിട്ട് കുർബാന ഡാൻസും പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ലൊരു സന്തോഷമുള്ളൊരു കുർബാനയായിരുന്നു. അത് കണ്ടു. അത് കഴിഞ്ഞ് ഇവിടുത്തെ ജനങ്ങളുടെ പാട്ടും ഡാൻസും കളി ഇതൊക്കെ ഉണ്ടായി. പിന്നെ ഒരു കുഞ്ഞു മോള് എനിക്ക് എൻ്റെ മോൻ്റെയും കൂടി ഫോട്ടോ വരച്ച് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ നല്ലൊരു സന്തോഷമായി, ഏറ്റവും നല്ലൊരു സന്തോഷമായിരുന്നു അത്. ഇന്നത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഒരു വശത്ത് സന്തോഷം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കിന് ദൈവം എനിക്കിതിനൊക്കെ ഒരു അനുഗ്രഹം തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അതോടൊപ്പം എനിക്ക് സങ്കടവും വന്നു ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ. അത്ര വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതിൽ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത് ഞാനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളപ്പം എനിക്ക് നടന്ന് കിട്ടിയതും കണ്ടതും ഞാൻ. കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന ആഫ്രിക്കയിലെ ഒരു ദേശത്ത് തൻ്റെ മകനാൽ രൂപപ്പെട്ട സമൂഹത്തിൻ്റെ മുൻപിൽ വച്ച് ആ മകൻ്റെ കൈകളാൽ ആശീർവാദം സ്വീകരിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഈ അമ്മ ചിന്തിക്കുന്നത് തൻ്റെ ജീവിതം ദൈവം തമ്പുരാൻ സഫലമാക്കി എന്നു തന്നെയാണ്. സിൻഡോ അച്ഛന് ഇത് സമ്മാനിച്ചത് തൻ്റെ സന്യസ്ത ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കാഴ്ചകളും. എഗർട്ടനോയിലെ ക്രൈസ്റ്റ് അക്കാദമി സ്കൂളിൽ സിൻഡോ അച്ഛനോടൊപ്പം മിഷൻ പ്രവർത്തനങ്ങൾക്ക് പങ്കുചേർന്ന് 2 തിരുക്കുടുംബ സന്യാസ സമൂഹാംഗങ്ങൾ കൂടെയുണ്ട്. സിസ്റ്റർ നീനയും സിസ്റ്റർ കരുണയും. തീഷ്ണതയും ചൈതന്യവും വിശുദ്ധിയും നിറഞ്ഞ ഈ സമർപ്പിതർ കൂടിച്ചേർന്നതാണ് ഈ മിഷൻ. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ ഡൽഹി പ്രോവിൻസിലെ അംഗമാണ് ഞാൻ, സിസ്റ്റർ കരുണ. അവിടെ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ CMI വൈദികരാൽ ക്ഷണം സ്വീകരിച്ച് ഞാൻ ഇവിടേക്ക് വന്നു. സുപ്പീരിയേഴ്സ് എന്നെ ഇങ്ങോട്ട് അയച്ചു. സൊക്യുമ മിഷൻ പ്രദേശത്ത് അവിടെ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വീണ്ടും ഈ കമുളു സ്കൂൾ തുടങ്ങിയതിനാൽ ഫാദർ സിൻഡോ ഖാവിൽ ഞങ്ങൾക്ക് നൽകിയ ക്ഷണമനുസരിച്ച് ഞങ്ങൾ 2 സിസ്റ്റേഴ്സ്, സിസ്റ്റർ നീനയും ഞാനും ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഈ ഫാദർ സിൻഡോയുടെ കൂടെ ഞങ്ങൾ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 4ാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടുത്തെ ഹെഡ് ടീച്ചറാണ്. പിന്നെ 186 പിള്ളേരുണ്ട് ഞങ്ങൾക്ക് ഇവിടെ, സ്റ്റുഡൻസ് ഉണ്ട്. ആ ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ട്. അവർ വഴി അവരുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങൾക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു വിജനമായ പ്രദേശമായിരുന്നു. പക്ഷേ ഈ സ്കൂൾ എന്ന് ഇവിടെ സ്ഥാപിച്ചോ അന്നു മുതൽ ഒത്തിരി ഭവനങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ ഒരു യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റിയുമുണ്ട്. ആ യൂക്കറിസ്റ്റ് കമ്മ്യൂണിറ്റി ഈ പ്രദേശത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇവിടെ കടന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ കാറ്റഗിസം എടുക്കാറുണ്ട്. സൺഡേ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ പരിമിതിയിലുള്ള ഒരു ചെറിയ ഹാളിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി കുർബാനയ്ക്ക് ഒരുക്കുന്നു. മാമോദിസയ്ക്ക് വേണ്ടിയും അഡൾട്ട് ബാപ്റ്റിസം, പിന്നെ അവർ ഹോളി കമ്മ്യൂണിയൻ, മാരേജിനൊക്കെ വേണ്ടി ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
ഒപ്പം ഞങ്ങളുടെ ഈ സാന്നിധ്യം ഞങ്ങൾ സിന്ധു അച്ഛൻ്റെയും ഞങ്ങളുടെയും ഇവിടുത്തെ സാന്നിധ്യം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. അവരൊത്തിരി സന്തോഷമാണ് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ. ഞങ്ങൾ ഇന്ത്യൻസ് ആണെന്നോ കെനിയൻസ് ആണെന്നോ ഒരു ഫീലിംഗ് ഞങ്ങൾക്കില്ല. കാരണം അതുപോലെയാണ് അവർ ഞങ്ങളെ വെൽക്കം ചെയ്യുന്നതും ഞങ്ങൾക്ക് അവരുടെ കൂടെ അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നതും. അത് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ തന്നെ ഖാരിസമായ കുടുംബ പ്രേഷിതത്തിന് ഒത്തിരിയേറെ വില കൊടുക്കാനായിട്ട് അത് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ അവരിലൂടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. ഒത്തിരി യുവജനങ്ങൾ, ഒത്തിരി പേര് ഡ്രഗ് അഡിക്റ്റഡ് ആയവരുണ്ട്, മദ്യപാനികളുണ്ട്, പിന്നെ നിരാശയിൽ കഴിയുന്ന മക്കളുണ്ട്. ഈ ഞങ്ങളുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഞങ്ങൾക്ക് അവരിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൗൺസിലിങ്ങിലൂടെ അല്പമൊക്കെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ, അനേകം മക്കളെ കുർബാനയ്ക്ക് ഇവിടുത്തെ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റിയിലേക്ക് അവരെ ആകർഷിക്കാനൊക്കെ ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ കുടുംബ സന്ദർശനങ്ങളും ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു മിഷണറി ആയിരിക്കെ വീണ്ടും ആഫ്രിക്കയിലേക്ക്, ഈ കെനിയയിലേക്ക് ഒരു മിഷണറി ആകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾ 3 പേരുള്ളെങ്കിലും അനേകം ജോലികളിലൂടെ ഈ പ്രദേശത്ത് ഒരു അനുഗ്രഹമായി തീരുന്നത് കാണുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ആ സന്യാസ ജീവിതത്തിലേക്ക് ഈശോ ഞങ്ങൾക്ക് നൽകിയ വിളിയെ അനുസരിച്ച്, വിളിയെ ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നും. ഈ പുതിയ മിഷൻ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള സിസ്റ്റർ നീനയും ഞാനും ഒന്നിച്ച് ഒരു ക്ലാസ് റൂമിൽ താമസിച്ചുകൊണ്ട് ഈ സ്കൂളിൽ ജോലി ചെയ്യുകയും ഒപ്പം ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നതിനോർത്ത് ഞങ്ങൾ ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. കാരണം സ്വന്തം നാടും വീടും സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യത്തിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും ഒരു മിഷണറി ആയി കടന്നു വരാനായിട്ട് ഈശോ നൽകിയ ഈ വിളി, ഈശോ നൽകിയ ഈ ചാൻസുകളെല്ലാം ഈശോയ്ക്ക് പ്രത്യുത്തരമായി ഞങ്ങൾ ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നതിൻ്റെ ഒരു സമ്മാനമാണ്, അനുഗ്രഹമാണ്, കരുണയാണ്. ഞങ്ങളിതെല്ലാം അനുഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകും. കാരണം അത്രയും നല്ല ജനങ്ങളാണ് ഞങ്ങൾക്ക് ചുറ്റുമുള്ളത്. പാവപ്പെട്ട മനുഷ്യരാണ്. പക്ഷേ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അവർ നൽകുന്ന അവരുടെ തുറവികളും അവരുടെ ഈ വാതിലുകളൊക്കെ തുറന്നിട്ട് കാണുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നും. ഒപ്പം വിജനപ്രദേശമായ ഈ സ്ഥലത്ത് ഈ സ്കൂൾ സ്ഥാപിച്ചതിന് ശേഷം നമ്മളിലൂടെ ദൈവം ഞങ്ങളെ ഒരു ഉപകരണങ്ങളാക്കി മാറ്റുന്നതിനെ ഓർത്ത് ഉപകരണങ്ങളാക്കി മാറ്റുന്നതിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇവിടെയുള്ള യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന യുവജനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ഓരോ ദിവസവും ഇവിടുത്തെ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി വളർന്നു വരുന്നതിൻ്റെ കാണുന്നതിലുള്ള സന്തോഷമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നും ഈശോ ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് നിന്ന്. അതിന് ഞങ്ങൾ ഈശോയുടെ ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. ഈശോ ഈ ഒരു കാര്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എന്ന് ഈശോയുടെ കൂടെ, ഈശോയ്ക്ക് എല്ലാം ഈശോയ്ക്ക്, എന്നും ഈശോയ്ക്ക്, ഈശോയുടെ ഒപ്പം എന്ന് എല്ലാം വിട്ടുകൊടുത്ത് ജീവിക്കുമ്പോൾ ഈശോ കൊണ്ടു നടക്കുന്ന ഒരു അനുഭവമാണ്. ഈശോ ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതിന് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. About 5-6 years ago, this place was all bare. It was all empty. It had nothing in it, and it was bushes. Occasionally, wild animals would cross around. But slowly, the CMI congregation, they came around and they said they were going to set up a school. When Father Sinto first arrived in this wilderness, we thought perhaps it was a big joke. How could they come to set up a school in this place? And we were like, let's wait and see.
This community, this area, incidentally has many Christians who are not going to any church at all because the nearest church was 4 or 5 kilometers away. The construction of the school was complete and Father Sinto started offering Mass. A few people approached him and said, "Father, could we come and worship at this place?" And he was very generous. He allowed people to come around and worship in the center. And at first, the population of the worshipers was very small. 5, 7 people. The population grew slowly, and it started becoming a challenge because the small chapel where masses were being offered was too tiny for us to be able to be accommodated. My school is my pride. I am Cecilia Anyango, a student at CMI Christ Academy, Kamulu, Kenya, East Africa. This school is my joy and pride. I learn all the qualities for a successful future. My school provides a serene and conducive environment to all the students. It is surrounded by hills, natural river, green trees, and a beautiful garden. It has colorful, attractive, and spacious classrooms. CMI Christ blooming buds will soon become beautiful flowers to be admired by the world. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം തിരുവചനം പറയുകയാണ്, ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുക. എൻ്റെ വൈദികനായതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ് എൻ്റെ ഒരു ദൗത്യം. അതിനെന്നെ ഒരു ഉപകരണം ഈശോ ആക്കിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ 40ഓളം കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുവാനും 50ഓളം കുട്ടികളെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുവാനായിട്ടൊക്കെ എനിക്ക് സാധിച്ചു. ഇനിയും തമ്പുരാൻ നൽകുന്ന അവസരങ്ങൾ കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ഞാൻ ഏറെ സന്തോഷവാനാണ്. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു.